ഇത് ലാസ്റ്റ് എത്ര വില കൊടുക്കും? ലാസ്റ്റ് നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. 3,90,000 ലാസ്റ്റ് കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കാം. 3,60,000 ഫിനാൻസും കയറും. അപ്പൊ ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഒക്കെ ഉള്ള പാർട്ടി ആണെങ്കിൽ 3,60,000. ഓക്കെ, നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഡീസൽ VDI എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് 3,50,000 രൂപ. 3,00,000 രൂപ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ലോണ് ഫുൾ കിട്ടും. ഫുൾ ലോണാ ഇതിന്? അതെ, ഫുൾ ലോൺ കിട്ടും. ഫുൾ 3,00,000 രൂപ ലോൺ കിട്ടും. 3,50,000 രൂപ ലോൺ കിട്ടും. 6 മാസം വാറണ്ടി. 6 മാസം വാറണ്ടിയിൽ കൊടുക്കാൻ വേണ്ടി. 6 മാസം വാറണ്ടിയും തരുന്നുണ്ട് കേട്ടോ. 6 മാസം വാറണ്ടി തരുന്നുണ്ട്. 2018 മോഡല് LXi ആണ്. അപ്പൊ 2014 മോഡൽ എത്ര വില എത്രയാണ് ചോദിക്കുന്നത്? ഇത് 4,00,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 4,00,000 രൂപ ചോദിക്കുന്നില്ല. ഇതിന് 3,50,000 രൂപ മേലെ നമുക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എത്രയാണ് ചോദ്യം? ഇത് 3,70,000 രൂപ കൊടുക്കാം. 3,70,000 കൊടുക്കാം. ലാസ്റ്റ് റേറ്റ് ആണ്. ലാസ്റ്റ് റേറ്റ് 3,70,000 ലാസ്റ്റ് റേറ്റ്. നമ്മളിപ്പോ ഒരു കേരള റീവണ്ടി എടുക്കാൻ പോവാണെങ്കിൽ തന്നെ കൊടുക്കണം 3,50,000 രൂപ. 2012. ഓക്കെ, ഇത് കേരള വണ്ടിയാ, ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മാറഞ്ചേരിയിലെ റോയൽ യൂസേഡ് കാർസിലാണ് വീഡിയോ ചെയ്യുന്നത്. 10-12 വണ്ടികൾ സ്റ്റോക്കുള്ള ഷോറൂമാണ്. കറക്റ്റ് ലൊക്കേഷൻ എന്താണ് പേരും ഓർമ്മ? റാഷിദാണ്. അപ്പോ കറക്റ്റ് ലൊക്കേഷൻ? ഇത് മലപ്പുറം ജില്ലയില് ആൽത്തറ പുത്തപ്പള്ളി റോഡില് മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, മാറഞ്ചേരി സ്കൂളിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഷോറൂം. ഓക്കെ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോളോയിൽ തുടങ്ങാം അല്ലേ? അതെ. 2014 മോഡൽ പോളോ ആണ്. 2014 മോഡൽ പോളോ ഡീസൽ. 1,00,000 വണ്ടിയാണ്. 1,28,000 കിലോമീറ്റർ ഓടിയുണ്ട്. സർവീസ് ഒക്കെ കമ്പനി തന്നെയാണ്. ഓക്കെ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഒരു ഇതിന്റെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. ഓക്കെ. വണ്ടി നോക്കുമ്പോൾ ബാക്കി ടയറൊക്കെ 4 പുതിയ ടയറാണ്. ഇൻഷുറൻസ് പുതിയതാണ്. ഓക്കെ. വേറെ അപകടങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഓക്കെ. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഒക്കെ കമ്പനി സർവീസ് ആണ്. ഓക്കെ. ഇതിന് ചോദ്യം എത്ര? ഇത് നമ്മൾ 3,45,00,000 രൂപ. 3,45,000 ചോദ്യം. 2014 മോഡൽ 3,45,000. ഡീസൽ ഫുൾ ഓപ്ഷൻ. ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഹൈലൈനാണ് വണ്ടി. ഓക്കെ. ഇതിന് ലോൺ എത്ര മാക്സിമം? നമുക്ക് 3,50,000 രൂപ വരെ ലോൺ കൊടുക്കാം. 3,500,000 വരെ ലോൺ കിട്ടും അല്ലേ? അപ്പോ ഒരു 10-20 വണ്ടി ഇറക്കാം. 3,65,000 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം തന്നെ. അപ്പൊ ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ പോളോ വണ്ടി ഇറക്കാം കേട്ടോ. സ്വിഫ്റ്റ് ഡീസലാ പെട്രോളാ? ഡീസൽ വണ്ടി. VDI ആണ് വണ്ടി. എത്ര മോഡൽ ഇത്? 2014 മോഡൽ. 2014 മോഡൽ അല്ലേ? എങ്ങനെ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,40,000 കിലോമീറ്റർ ഓടിയുണ്ട്. 40 ഓടിക്കണം. ഷോറൂം സർവീസ് തന്നെ. വേറെ അപകടങ്ങളൊന്നുമില്ലല്ലോ? വേറെ അപകടങ്ങളൊന്നുമില്ല. ടയർ 4 പുതിയതാണ്. 4 ടയർ പുതിയ തന്നെ അല്ലേ? ഓക്കെ. 4 ടയർ പുതിയ തന്നെ. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. 15 LED സ്റ്റീരിയോ ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ അടിപൊളിയാ. ഓക്കെ. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ ആണോ? ടച്ച് സ്ക്രീൻ ആണ് തന്നെ. ഓക്കെ. അപ്പൊ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സീറ്റ് ഒക്കെ പുതിയ സീറ്റ് കവർ ആണ്. അടിപൊളിയാണ്. നോക്കാനൊന്നുമില്ല, നല്ല ക്ലിയർ ആണ്. പിന്നെ ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് 1,40,000 കിലോമീറ്റർ ഓടിയുണ്ട്. A to Z കമ്പനി സർവീസ്. ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് വണ്ടി. ഓക്കെ. ഇത് എത്രാമത്തെ ഓണറാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അപ്പോ 2014 മോഡൽ വില എത്രയാണ് ചോദിക്കുന്നത്? ഇത് 4,00,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 4,00,000 രൂപ ചോദിക്കുന്നത്. ഇതിന് 3,50,000 രൂപ മേലെ നമുക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 3,60,000 നമുക്ക് ലോൺ. ഒരു 3,60,000 ലോൺ കിട്ടുമെന്നാ പറയുന്നത്. ഇത് ലാസ്റ്റ് എത്ര വില കൊടുക്കും? ലാസ്റ്റ് നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. 3,90,000 ലാസ്റ്റ് കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കാം. 3,60,000 ഫിനാൻസും കയറും. അപ്പൊ ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഒക്കെ ഉള്ള പാർട്ടി ആണെങ്കിൽ 3,60,000. ഓക്കെ. നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഡീസൽ VDI. അപ്പോൾ KL 48 ഒരു സ്വിഫ്റ്റ് കാറാണ്. ഇത് എത്ര മോഡലാണ്? ഇത് 2018 ലാസ്റ്റ് വണ്ടിയാണ്. 2018 ലാസ്റ്റ് അല്ലേ? ഡീസലാ പെട്രോളാ? പെട്രോൾ വണ്ടി അല്ലേ? ഇത് എങ്ങനെ? ഇത് 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. സർവീസ് പക്ക കമ്പനി സർവീസ് ആണ് തന്നെ. പിന്നെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒരു റീപ്ലേസും ഇല്ല. ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും വണ്ടി മാറിയിട്ടില്ല. ഇല്ല. വേറെ അപകടങ്ങളൊന്നുമില്ല. ഒരു അപകടമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ? ടയറൊക്കെ ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ഫ്രണ്ടിൽ 2 പുതിയതാണ്. ഇന്റീരിയർ എങ്ങനെയാണ്? ഇന്റീരിയർ ഒക്കെ അടിപൊളി. ഓക്കെ. നല്ല വൃത്തിയുണ്ട്. ഉള്ളിലൊക്കെ നല്ല വൃത്തിയുണ്ട്. സാധാ സ്റ്റീരിയോ അല്ലേ വരുന്നത്? സാധാ സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ ആണ് വരുന്നത്. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോ ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കണ വില 5,80 ആണ്. ലാസ്റ്റ് നമുക്ക് ഒരു 5,70 കൊടുക്കാം. 5,70 ലാസ്റ്റ് 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ തന്നെ. ഇതിന് എത്ര ലോൺ കിട്ടും? ഇതിന് നമുക്ക് ഒരു 5,15,00,000 രൂപ ലോൺ കൊടുക്കാം. 5,15,00,000 ലോൺ കിട്ടും.
ഒരു 10-40 ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ. അപ്പൊ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 2018 മോഡൽ സ്വിഫ്റ്റ് VXI അല്ലേ വരുന്നത്? VXI ഓപ്ഷണൽ ആണ് വണ്ടി. ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് അടുത്ത വാഗ്നർ ആണ്. KL54 പൊന്നാനി രജിസ്ട്രേഷൻ അല്ലേ? ഇത് എത്ര മോഡലാണ്? 2013 മോഡൽ. 2013 മോഡൽ. VXI ആണോ? LXI വണ്ടിയാ. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഓക്കെ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാ? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഓട്ടം ഉണ്ട്? ഇത് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 85,000 ഓടിക്കണം അല്ലേ? ഇത് ലോൺ കിട്ടൂല ഇതിന്? ലോൺ കിട്ടും. 2013 ലോൺ കിട്ടൂല. അപ്പോ ഇതിനെന്താ ചോദ്യം? ഇത് നമ്മൾ 2,60,000 രൂപ കൊടുക്കാം. ലാസ്റ്റ് 2,60,000 ലാസ്റ്റ് കൊടുക്കാം. ഫൈനലായിട്ട് അതിലൊന്നും കുറയാണ്ടോ? അതുമ്മേൽ ഇനി ഒന്നും പറയാനില്ല. അതിൽ പറയാനില്ല. ഏകദേശം 2 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. 2 രൂപ ലോണും കിട്ടും. അത് ശരി. അപ്പോ 2013 വാഗനർ ചോദിക്കുന്ന വില 2,60,000 ആണ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമുക്ക് ചെയ്യാം. വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി തരും. അപ്പൊ അടുത്ത വണ്ടി നമുക്ക് ഏതാണ്? അടുത്ത വണ്ടി വാഗനർ മോഡലാണ്. ഇത് 2018 മോഡൽ. 2018 മോഡലാണ്. VXI ആണ് അല്ലേ? സോറി, ഇത് LXI വണ്ടിയാണ്. ഇത് LXI ആണ്. ഓക്കെ. ഇത് എങ്ങനെ കാര്യങ്ങള്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ എല്ലാം പുതിയതാണ്. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് എത്രാമത്തെ ഓണർ? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? എത്ര ഓട്ടം പറഞ്ഞത് നിങ്ങൾ? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടിക്കണം അല്ലേ? ഓക്കെ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി പക്ക സർവീസുള്ള വണ്ടിയാണ്. വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റാണ്. ബോഡിയൊക്കെ നല്ല നീറ്റാണ്. സീറ്റ് കവറൊക്കെ വൃത്തിയുള്ള സീറ്റ് കവർ, ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. അപ്പൊ ഇതിന് എന്താണ് ചോദ്യം? ഇത് നമ്മൾ 3.5 ലക്ഷം രൂപ ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോണില്ല? ഫുള്ള് ലോൺ 6 മാസം വാറന്റിയിൽ കൊടുക്കാൻ വേണ്ടി. 6 മാസം വാറന്റിയും തരുന്നുണ്ട് കേട്ടോ. 6 മാസം വാറന്റി തരുന്നുണ്ട്. 2018 മോഡല് LXI ആണ്. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില 3,50,000 രൂപയാണ് ചോദിക്കുന്നത്. ഫുള്ള് ലോൺ കിട്ടും. ഉപ്പ വേണ്ട. അപ്പോ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അപ്പോൾ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാർ ആണ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടി. VDI ആണ്. ഓക്കെ. ഇത് എത്ര മോഡലാണ്? ഇത് 2014 മോഡൽ. 2014 മോഡൽ അല്ലേ? ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് 1,24,000 കിലോമീറ്റർ ഓടി. 1,24 ഓട്ടം ഉണ്ടല്ലേ? സർവീസ് ഒക്കെ കമ്പനി സർവീസ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. 1 ലക്ഷത്തിൽ ടൈം ഇഞ്ചിനും ബാക്കി മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. വേറെ അപാകങ്ങളൊന്നും. ഓക്കെ. ഇന്ത്യയിലേക്ക് നല്ല സീറ്റ് കവറൊക്കെ കാണുന്നുണ്ട്. ടോപ്പ് ഉണ്ടല്ലേ? പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ? ടയറൊക്കെ ആവറേജ് ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. വേറെ അപാകങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത് എത്ര മോഡൽ പറഞ്ഞത്? 2014 മോഡൽ. 2014 മോഡല് VDI ആണ്. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇത് 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3.25 ചോദ്യം അല്ലേ? ഇത് കുറയാനുണ്ടോ? ഇല്ല, അതൊന്നും പറയാനില്ല. 3.25 ലക്ഷം രൂപ തേർഡ് ഓണർഷിപ്പ് ആണ്. ഒരു 3.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 3.5 ലോണും കിട്ടും. 3.25 ചോദ്യം. 3.5 രൂപ ലോണും കിട്ടും. അപ്പൊ 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ നല്ല സിവിൽ സ്കോർ, നല്ല ട്രാക്ക് വേണമല്ലോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കാം. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഏതാണ്? അടുത്ത വണ്ടി നമുക്ക് ലിവ. നമുക്ക് ഒരു ഇറ്റിയോസ് ലിവ ആണ്. KL07 എറണാകുളം രജിസ്ട്രേഷൻ ആണ് വണ്ടി. എത്ര മോഡലാണ് വസ്തുത? ഇത് 2012 മോഡൽ ഒറിജിനൽ കേരള. 2012 ഒറിജിനൽ കേരള അല്ലേ? ഇത് എങ്ങനെ എന്ത് പാട് വണ്ടി? ഇത് 1,15,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1.15 ഓടിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ്. ഓക്കെ. വേറെ അപാകങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ക്ലാസ് വരെ റീപ്ലേസ്മെന്റ് ഒന്നും മാറിയിട്ടില്ല. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഇത് എത്രയാണ് ചോദ്യം? ഇത് 3,70,000 രൂപ കൊടുക്കാം. 3.70 ലാസ്റ്റ് റേറ്റ് ആണ്. 3.70 ലാസ്റ്റ് റേറ്റ്. നമ്മളിപ്പോ കേരള റീവണ്ടി എടുക്കാൻ പോവാണെങ്കിൽ തന്നെ കൊടുക്കണം 3.5 ലക്ഷം രൂപ. 2012. ഓക്കെ. ഇത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. ഇത് ലോൺ എത്ര കയറും? ഇതിന് നമുക്കൊരു 3 ലക്ഷം രൂപ ലോൺ എടുക്കാം. 3 രൂപ ലോൺ കിട്ടും അല്ലേ? അപ്പൊ ഒരു 70,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ സൂപ്പറാണ്. സീറ്റ് കവർ ആയാലും ഇന്റീരിയലൊക്കെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ഇന്റീരിയലാണ്. സീറ്റ് കവറൊക്കെ പുതിയത് തന്നെയാണ്. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ അത്യാവശ്യം ടയർ ഒക്കെ പുതിയതാണ്. ഫ്രണ്ടിലത്തെ ടയർ പുതിയതാണ്. പിന്നെ ബോഡി നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോ. കാരണം നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടി. വില ലാസ്റ്റ് പ്രൈസ് 3.70. 3.70 തന്നെ ലാസ്റ്റ്. അതിൽ കുറവില്ല. 5 രൂപ കുറച്ച് 3.65 കൊടുക്കാം ലാസ്റ്റ്. ഓക്കെ. അപ്പോ 2012 മോഡലാണ്. ഇതിന് ചോദിക്കുന്ന വില
ഫൈനൽ റേറ്റ് ആണ് 370. പിന്നെ ഇവിടെ വന്നാൽ എന്തെങ്കിലും ചെയ്തു തരും. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി നമുക്ക് ഹോണ്ട അമേസ് ആണ്. ഇത് ഡീസലാണോ പെട്രോൾ? ഡീസൽ വണ്ടിയാണ്. എത്ര മോഡലാണ് ഇത്? 2017 SX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, 2017 SX ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. KL54 തന്നെ സിംഗിൾ ഓണർഷിപ്പ്, പൊന്നാനി രജിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെ ഇന്ത്യയിലൊക്കെ എങ്ങനെ? ഇന്റീരിയർ അടിപൊളിയാണ്. സീറ്റ് കവർ നല്ല സീറ്റ് കവർ ആണ്. ഇന്റീരിയർ ഒക്കെ ഫുൾ നീറ്റ് ആണ്. ഓക്കെ, നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, വേറെ അപാകങ്ങളൊന്നും. എത്ര ഓട്ടാണ്? ഇത് 1,50,000 കിലോമീറ്റർ ഓടി. 150 ഓടിക്കണ്ടല്ലേ? കറക്റ്റ് സർവീസ് ഉണ്ടോ? സർവീസ് ഒക്കെ കമ്പനിയാണ്. കമ്പനി സർവീസ് അല്ല. എത്രാമത്തെ ഓണർ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, 2000 എത്ര മോഡൽ പറഞ്ഞു? 2017 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ആണ് ചോദ്യം. 2017 ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുൾ എമൗണ്ട് ലോൺ. 5.75 ആണ് ചോദ്യം അല്ല? 5.25 ആണ്. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില 5.25 ആണ്. ഇതിന് ഫുള്ള് ലോൺ കയറും അല്ലേ? ഫുള്ള് ലോണിൽ കൊടുക്കല്ലേ? നല്ല ട്രാക്ക് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നല്ല ട്രാക്ക്, നല്ല സിബിൽ സ്കോർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫുള്ള് ലോണിൽ ഈ വണ്ടി സ്വന്തമാക്കാം. വിലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കൂലേ? വിലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്യാം. ചെറിയ എന്തെങ്കിലും ചെയ്ത് കൊടുക്കൂല. ഓക്കെ, കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പോ അടുത്ത വണ്ടി ഏതാണ്? എത്ര മോഡൽ ഇത്? 2008 VXi. 2008 മോഡൽ VXi, മാരുതിയുടെ എസ്റ്റിലോ അല്ലേ? Zen എസ്റ്റിലോ. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ വണ്ടി? എന്തുപാട്? വണ്ടി കുഴപ്പമൊന്നുമില്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. പിന്നെ എത്ര മോഡൽ പറഞ്ഞു നിങ്ങൾ? 2008 VXi. 2008 മോഡലാണ്. ഇതിന്റെ പുതിയ പേപ്പേഴ്സ് ഒക്കെ? പുതിയ പേപ്പർ. ഇതിന് 23 എടുത്താണ്, 28 വരെ 28 വരെ പേപ്പർ ഒക്കെ ഉണ്ട്. അപ്പോ ഇന്ത്യയിലൊക്കെ അങ്ങനെ? കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട് ഇന്ത്യയിലൊക്കെ. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു 80% ടയറൊക്കെ ഉണ്ടാവും അല്ലെ? വണ്ടി പക്കാണല്ലേ? ഇത് എങ്ങനെയാ ചോദ്യം? ഇത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ കൊടുക്കും വണ്ടി. ഓക്കെ, പുതിയ പേപ്പറിൽ. അതിലൊന്നും കുറയണ്ട? അതിലും മുന്നൊന്നും കുറയാനില്ല. അപ്പൊ ഒരു സ്വിഫ്റ്റ് ഡിസൈർ ആണ്. ഇത് എത്ര മോഡലാണ്? 2010 മോഡൽ. 2010 മോഡലാണ്. ഓക്കെ, എന്ത് പാട് വണ്ടി? വണ്ടി അടിപൊളി വണ്ടിയാണ്. ഇല്ല, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. 1,32,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് ഡീസൽ വണ്ടി അല്ലേ? അതെ, ഡീസൽ വണ്ടി. ZD ആണ് അല്ലേ? അല്ല, ZD അല്ല, VDI ആണ്. ഓക്കെ, VDI ആണ്. ഓക്കെ, ഇത് ടയർ എന്തായാലും മാറ്റേണ്ടി വരും. ടയർ എന്തായാലും പുതിയത് വാങ്ങേണ്ടി വരും. ആവറേജ് ടയറാണ് ഒക്കെ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ടി? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് കാര്യങ്ങളൊക്കെ പക്കാണ്. 1,32,000 കിലോമീറ്റർ. 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ ഇത് എത്രാമത്തെ ഓണറിലുള്ള വണ്ടി? ഇത് മൂന്നാമത്തെ ഓണറാണ് അല്ലേ? വേറെ അപാകങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ്. വണ്ടി പക്കാണ്. പക്ക വണ്ടി. നമുക്കിപ്പോ വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റും. നമ്മളെടുത്ത് എടുക്കുന്ന വണ്ടിക്ക് എല്ലോ 6 മാസം വാറണ്ടി. ഓക്കെ, അപ്പൊ ഇവരെടുത്ത് എടുക്കുന്ന വണ്ടിക്കൊക്കെ വാറണ്ടി തരുന്ന പറയുന്നത്. അപ്പോ ഇതിന് എങ്ങനെയാ ചോദ്യം? ഇത് നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. ലാസ്റ്റ് 2.35 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ്, ഫൈനൽ പ്രൈസ് 2.35. ടയർ മാറ്റാനുള്ള കാശ് കുറച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ 2010 മോഡല് ഇതിന് ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് ചോദിക്കുന്നത് 2.35. പിന്നെ വരികയാണെങ്കിൽ ചിലപ്പോ ഇരുന്നാൽ എന്തെങ്കിലും ചെറുതായിട്ട്. അപ്പോ ഇതിന് ലോൺ കിട്ടോ? ഇല്ലല്ല, ലോൺ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ മേടിച്ചു കൊടുക്കാം. 2010 വണ്ടിക്ക് ലോൺ കിട്ടോ? നമുക്ക് അങ്ങനെയാണ്. ഈ സെർട്ട് ഫൈനാൻസിൽ സെർട്ട് ഫിനാൻസ് അല്ലേ? ഓക്കെ, അത് നമ്മളിപ്പോ കണ്ണൂരിൽ ഒരാൾ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർക്ക് പറ്റുള്ളൂ. അതാണ് ഞാൻ ചോദിക്കണേ. ഇപ്പൊ നിങ്ങള് പിന്നെ 2010, 2009 വണ്ടിക്കൊക്കെ ഫിനാൻസ് തരാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെന്നല്ല, ഇപ്പൊ വേറൊരു ഡീലർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ കൊടുക്കാന്ന് നമുക്കറിയില്ല. കാരണം 2012 ശേഷമുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ള വണ്ടികൾക്ക് ഫിനാൻസ്, വണ്ടിയുടെ വാല്യുവേഷന്റെ ഒരു പകുതി പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്, ലോൺ ആയിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് കിട്ടും. ഈ എന്താ പറയാ, പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലാതെ സെർട്ട് ഫൈനാൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയാണ്. അല്ല, അവർക്ക് ഒരു പരിധി ഉണ്ടാവില്ല, ലൊക്കേഷന് പരിധി ഉണ്ട് അവർക്ക്. ഇപ്പൊ നിങ്ങളെ ഷോറൂം ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു പരിസരത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി ഉണ്ടാവും, ഇത്ര കിലോമീറ്റർ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഒരു കണ്ണൂരിൽ ഒരാൾ ഇപ്പൊ ഇതിന് ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചാല് ഈ വണ്ടിക്ക് സെർട്ട് ഫിനാൻസ് ലോൺ കിട്ടൂല ശരിക്കും പറഞ്ഞാൽ. അല്ല, ഇവിടെ ഉള്ള ഈ പരിസരത്തുള്ള കൊടുക്കാൻ പറ്റും. ഇപ്പൊ തിരൂരുള്ള കൊടുക്കാൻ പറ്റൂല. ഓക്കെ, തിരൂര്, കുറ്റിപ്പുറം, വളാഞ്ചേരി അങ്ങനെയൊന്നും കുഴപ്പമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്തത് i20 ആണ്. ഇത് എത്ര മോഡലാണ്? 2010 മോഡൽ ആസ്താണ് അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഇത് എങ്ങനെയാ കാര്യങ്ങൾ? ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അപകടങ്ങളൊന്നുമില്ല. അപകടങ്ങളൊന്നുമില്ല. ഓക്കെ, വണ്ടി പക്കാണല്ലേ? പക്ക വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്.
എത്ര മോഡൽ പറഞ്ഞു നിങ്ങള്? 2010. 2010 മോഡൽ അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. എത്ര ഓട്ടം ഉണ്ട്? ഇത് 130 ഓടിയുണ്ട്. 130 ഓടിയിട്ടുണ്ട് അല്ലേ? അതിന് കമ്പനി സർവീസും ഉണ്ട്. കമ്പനി സർവീസ് കമ്പനി സർവീസ് ചെയ്തതൊക്കെ കമ്പനി സർവീസ് ആണ്. ഇതുവരെ ചെയ്തുള്ള കമ്പനി സർവീസ് ആണ്. ഓക്കെ. ഇതിന് എങ്ങനെയാ ചോദ്യം? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? ഇതിന് ലോൺ കിട്ടും. നേരത്തെ സെർട്ട് ഫിനാൻസ് കിട്ടും. ഓക്കെ. അപ്പോ 2010 മോഡൽ i20 എത്രയാണ് ചോദിക്കുന്നത്? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വരിക ആണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തി എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. 2 എയർ ബാഗ് ഉണ്ട്. ഇന്റീരിയർ ഒക്കെ സൂപ്പർ. എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് ഉണ്ട്. 2 എയർ ബാഗ് ഉണ്ട്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ എങ്ങനെ? അടിപൊളിയല്ല? ഇന്റീരിയർ ഒക്കെ അടിപൊളി. സീറ്റ് കവർ കമ്പനി ഒറിജിനൽ സീറ്റ് ആണ്. സീറ്റ് ആണ്. ഡാമേജുകളൊന്നുമില്ല സീറ്റിന്. കമ്പനി സീറ്റാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്. ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയുണ്ട്. ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ടയർ ഒക്കെ മാറ്റേണ്ടി വരും തോന്നുന്നുണ്ട്. ടയർ കുഴപ്പമില്ല. ഒരു 15,000 ടയർ ഉണ്ട് അല്ലേ? ഓക്കെ.